12 കോടി രൂപയുടെ വിഷു ബമ്പർ ഒന്നാം സമ്മാനം നേടിയ ഭാഗ്യശാലിയെ കണ്ടെത്തി. കൊല്ലം കരുനാഗപ്പള്ളി ആനയടി സ്വദേശി പൊന്നനാണ് ബമ്പർ അടിച്ചത്. VB 135452 എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. അവസാനം 2 വരുന്ന ടിക്കറ്റാണ് പതിവായി എടുക്കാറുള്ളത് എന്ന് പൊന്നൻ പറഞ്ഞു. തന്റെ ഭാഗ്യ നമ്പറിന് തന്നെയാണ് ബമ്പർ ലഭിച്ചതെന്നും പ്രതികരണം. കരുനാഗപ്പള്ളി മണപ്പള്ളിയിലെ അമ്മ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. മകൻ വിനോദ് ലോട്ടറി വിൽപ്പന ജോലിയാണ് ചെയ്യുന്നത്. മകന് അസുഖമായതിനാൽ ലോട്ടറി എടുക്കാൻ പോയപ്പോഴാണ് ഭാഗ്യ ടിക്കറ്റ് വാങ്ങിയത്. അപ്രതീക്ഷിതമായി ജീവിതം മാറിയ സന്തോഷത്തിലാണ് പൊന്നനും കുടുംബവും. അതൊരിക്കലും പ്രതീക്ഷയില്ല, നമ്മളില്ലാത്ത പറയണ്ട, ഒരിക്കലും പ്രതീക്ഷയില്ല. ഇന്ന് രാവിലെ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ് ഇവന് ഭാഗ്യം കൊണ്ട് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മുടെ ഭാഗ്യം പോയി കിടക്കുന്ന വിചാരിച്ചില്ല. സത്യമായ കാര്യമായി, ഇതിനകത്ത് യാതൊരു തമാശയില്ല. പിന്നത് എന്തോ ദൈവത്തിന്റെ ഒരു കാര്യം അടിച്ചു. അതിനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ 2-3 പ്രാവശ്യം എടുത്ത് നോക്കി, ആ നമ്പർ തന്നെയാണ്, ആ നമ്പർ അന്വേഷിച്ച് അതിലെടുത്ത് വിളിച്ചു. പിന്നെ അവിടെ പറയാനാണെങ്കിൽ എനിക്ക് 2 നേരവും വിളക്ക് കത്തിക്കണം. ഞാൻ എൻ്റെ പൂജാമുറി കയറി ഇപ്പം പിന്നെ അച്ഛനും മോനും, മോൻ രാവിലെ കത്തിക്കും, അച്ഛനും കത്തിക്കും. മറ്റേ ഞാൻ വെളുപ്പിനെ എണീക്കും, വിളക്ക് കത്തിക്കും. അങ്ങനെ അത്ര ഞാനൊരു ഭക്തയായിരുന്നു. കിട്ടുമ്പോഴത്തേക്കും ഇതുവരെ കോടി ഈ ടിക്കറ്റ് മാത്രമേ കൊണ്ടുവരണം. പൊന്നന്റെ ഭാര്യ രാധാമണിയമ്മയും ലോട്ടറി വിൽപ്പന നടത്തുന്നു. പണം എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കുടുംബം പറഞ്ഞു. അടിച്ചിട്ടില്ല, ആദ്യമായിട്ടുള്ള ഒരു നമ്പറിനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ അറിഞ്ഞതേ ഉള്ളു. അച്ഛൻ ലോട്ടറി റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നു, ഡെയിലി ലോട്ടറി എടുക്കുന്നുണ്ട്. അച്ഛൻ റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോ അച്ഛൻ അന്ന് അറിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇത്തവണ വിഷു ബമ്പറിന് 45 ലക്ഷം ടിക്കറ്റുകളാണ് സർക്കാർ അടിച്ചിറക്കിയത്. ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ ടിക്കറ്റുകളും വിറ്റഴിക്കപ്പെട്ടിരുന്നു. ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന ഈ സാധാരണ കുടുംബത്തിലേക്ക് ഭാഗ്യം കടാക്ഷിച്ചപ്പോൾ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഇത്തവണത്തെ വിഷു ബമ്പർ എത്തിയത്.